കരിച്ചാൽക്കടവ് സ്ലൂയിസ് ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി എൻ.കെ. അക്ബർ എം.എൽ.എ സ്ഥലം സന്ദർശിച്ചു. കർഷകരുടെ ആശങ്കകൾ കേട്ട ശേഷം കരാർ ഉദ്യോഗസ്ഥരോട് സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ എം.എൽ.എ നിർദ്ദേശം നൽകി. ഗുരുവായൂർ കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വടക്കേക്കാട് കാട്ടകമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് കരിച്ചാൽക്കടവ് ചെക്ക് ഡാം ബ്രിഡ്ജ്. 18 വർഷങ്ങൾക്ക് മുമ്പാണ് പാലം പണി ആരംഭിച്ചത്. പഴയ കരാറുകാരൻ പണി ഉപേക്ഷിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് നിലമ്പൂർ ABM ഫോർ ബിൽഡേഴ്സ് എന്ന കമ്പനി പണി ഏറ്റെടുത്തത്. 9 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോൾപ്പാടത്ത് 100 അടി തോടിനു കുറുകെ 46 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് പാലവും ചെക്ക് ഡാമും പണിയുന്നത്. 9.20 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളിലായാണ് നിർമ്മാണം. ഇതിനു പുറമെ പാലത്തിന്റെ ഇരുവശത്തുമായി 110 മീറ്റർ റോഡും നിർമ്മിക്കും. 2.50 മീറ്റർ ഉയരമുള്ള പാലത്തിലെ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി FRP ഷട്ടറുകളാണ് ഉപയോഗിക്കുക. 130ഓളം തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് തടയണ കെട്ടിയാണ് താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചത്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടത് കാരണവും പണികൾ തടസ്സപ്പെടാതിരിക്കാനും കർഷകർ കഴിഞ്ഞ വർഷം തെക്കേത്തൊടി പാടശേഖര സമിതി കൃഷി ഇറക്കിയിരുന്നില്ല. 2005-ൽ ഇവിടെ പാലം നിർമ്മാണം തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി. പിന്നീട് 10 കോടി രൂപ ചെലവിൽ പാലവും തടയണയും പണിയാൻ പദ്ധതിയായി. 2018 ഡിസംബറിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിലച്ചു. ചെക്ക് ഡാമിനുള്ള 920 കോൺക്രീറ്റ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് കാലുകൾ നിർമ്മാണമായിരുന്നു പ്രധാനമായി നടന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പ് 9.5 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ കരാറുകാരൻ നടത്തിയ പണികളുടെ തുക കിഴിച്ച് 8.55 കോടി രൂപയ്ക്കാണ് പുതിയ കരാർ. പദ്ധതി പൂർത്തിയായാൽ വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവ് വരെയുള്ള 1100 ഏക്കർ പുഞ്ചകൃഷിക്കും പ്രയോജനമാകും. തോടിനു കുറുകെയുള്ള പാലത്തിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും പാലത്തിന്റെ സുരക്ഷാ ഭിത്തി എന്നിവ കൂടി നിർമ്മിക്കണം. ഇവ എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് നിർമ്മിച്ചാൽ മാത്രമാണ് കർഷകർക്ക് കൃഷി ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. കരാറുകാരുടെ മെല്ലെപ്പോക്ക് നയം സംബന്ധിച്ച തങ്ങളുടെ ആശങ്കകൾ കർഷകർ MLA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ചമ്മന്നൂർ താഴം തെക്കേതൊടി പടവ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി വാക്കയിൽ, പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗം അറക്കൽ മുജീബ്, പരൂർ പടവ് കമ്മിറ്റി അംഗം ഹസൻ തളികശ്ശേരി, അബ്ദുൾ റസാഖ്, പുന്നൂർക്കുളം കൃഷിഭവൻ ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ്, അസിസ്റ്റന്റ് കൃഷിഭവൻ ഓഫീസർ മുഹമ്മദ് നൌഫൽ തുടങ്ങിയവരും MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. AC മൊയ്തീൻ വടക്കാഞ്ചേരി MLA ആയിരിക്കുമ്പോഴാണ് ഫണ്ട് അനുവദിച്ച് സാങ്കേതിക പരിശോധന കഴിഞ്ഞ് നിർമ്മാണം ആരംഭിച്ചത്.